ഇംഗ്ലീഷ് ഗ്രാമറിൽ എപ്പോഴും റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് റൂൾസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ടാഗും അതിൻ്റെ റൂൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇറ്റ് ഈസ് റെയിനിങ്. അതായത് റെയിനിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് ആഡ് ചെയ്യുവാണ്. ഓ ഈസിൻറ്റ് ഇറ്റ്, അങ്ങനെയാണോ എന്ന് നമ്മളിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരു മെയിൻ സെൻറ്റൻസും അതുപോലെ തന്നെ ഒരു ടാഗ് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി വരികയാണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗായിട്ട് മാറുന്നത്. ഷീ കാൺ സ്വിം, ഓ ക്യാൻ ഷീ, അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണ്. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ടാഗിൽ എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇവിടെ നോക്കിയേ, ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കും. അതായത് എന്ന് പറയുന്ന ഒരു സെന്റൻസ് തന്നിരിക്കും. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ സെന്റൻസ് അതുപോലെ എഴുതുക. അതായത് ഓൾറെഡി എഴുതി കാണും, നമുക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഓപ്ഷനിൽ എഴുതിയാൽ മതി. അല്ലാതെ എഴുതുന്ന പക്ഷം ഇറ്റ് ഈസ് റെയിനിങ് എന്ന് എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാം, ഒരു കോമ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടാഗ് വരുന്ന പാർട്സ് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോമ കൊടുത്തതിന് ശേഷം ഓക്സിലറി വെർബ് എടുക്കുക. ഒന്നുകിൽ ആ സെന്റൻസിൽ ഓൾറെഡി ഒരു ഓക്സിലറി വെർബ് കാണും, ഇല്ലെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞു കിടക്കും. അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ ഒരു കോമ കൊടുത്ത് ഓക്സിലറി വെർബ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത നോക്കുക. അത് തന്നെയാണ് ഒന്നാമത്തെ റൂള്. അതായത് നമ്മുടെ നോർമൽ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതെപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്സിലറി വെർബ് കൊടുക്കുക, ടാഗിന്റെ നേച്ചർ നോക്കുക, അത് കഴിഞ്ഞിട്ട് പ്രോനൗൺ എഴുതുക. നമുക്ക് എക്സാമ്പിളിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, ഒന്നാമത്തെ റൂള് കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടേക്സ് എ നെഗറ്റീവ് ടാഗ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടേക്സ് എ പോസിറ്റീവ് ടാഗ് എന്നാണ്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട ടാഗ്, എഴുതേണ്ട ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ടാഗ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇറ്റ് ഈസ് റെയിനിങ് എന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ എഴുതി, ഇറ്റ് ഈസ് റെയിനിങ് എന്ന് എടുത്തെഴുതി, കോമ കൊടുത്തു. ഇനി ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നോട്ട് എന്നുള്ള നിഷേധാത്മകമായിട്ടുള്ള വേർഡ്സുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? ഇനി നമുക്ക് കോമ കൊടുത്തിട്ട് ഓക്സിലറി വെർബ് എഴുതുക. ഓക്സിലറി വെർബ് ഇവിടെ ഏതാണ്, ഈസ് ആണ് ഓക്സിലറി വെർബ്. അപ്പോൾ ഓക്സിലറി വെർബ് എഴുതി. ഇനി സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതിനാൽ നമുക്ക് നെഗറ്റീവ് ടാഗ് ആക്കണം. നെഗറ്റീവ് ടാഗ് ആക്കാൻ വേണ്ടി എന്ത് എഴുതണം, നോട്ട് കൊടുക്കണം. അപ്പൊ ഈസിന്റെ കൂടെ നോട്ട് വരുമ്പോൾ എന്താണ്, ഈസിന്റ് എന്ന് വരും. അപ്പൊ ഈസിന്റെ കൂടെ നോട്ട് വരുമ്പോൾ ഈസിന്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ്, പ്രോനൗൺ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം ഉപയോഗിക്കുന്നവയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ നൗണിനെ ചുരുക്കി പറയുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പോ രാജു എന്ന് പറയുമ്പോൾ രാജുവിനെ പ്രോനൗൺ ആയിട്ട് പറയുമ്പോൾ എന്താണ്, അവൻ എന്നാണ് പറയുന്നത്, അല്ലെ? ഹി എന്നാണ് പറയുന്നത്. രാധ എന്ന് പറയുമ്പോൾ അവൾ, ഷീ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ എന്താണ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് റെയിനിങ് ആണ്. അപ്പൊ ഇറ്റ് ആണ് പ്രോനൗൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈസിന്റ് ഇറ്റ് ആണ് ടാഗ് എന്ന് പറയുന്നത്. എന്നിട്ട് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി, ഷീ കാൺ സിം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കോമ കൊടുത്തു, ഓക്സിലറി വെർബ് കൊടുത്തു. ഓക്സിലറി വെർബ് ഏതാണ്, ക്യാൻ ആണ്, അല്ലെ? അപ്പൊ ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കൊടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഷീ കാൺ സിം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഷീ കാൺ സിം എന്ന് പറയുന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. അപ്പൊ നോക്കി, ക്യാൻ എന്ന് മാത്രം മതി. പിന്നെ നോട്ട് വേണോ, വേണ്ട. അപ്പൊ ക്യാൻ, പ്രോനൗൺ ഏതാണ്, ഷീ എന്ന് എഴുതാം. അപ്പൊ ക്യാൻ ഷീ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. ഓക്കെ ആണോ? ഇനി ഇതിൽ മസ്റ്റ് ആയിട്ട് ഉള്ള കുറേ റൂൾസുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ആക്ച്വലി ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്, ക്വസ്റ്റ്യൻ ടാഗിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഒരുപാട് റൂൾസുകൾ ഇതിനിടയിൽ തന്നെ കാണും. നോക്കി, രണ്ടാമത്തെ റൂൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ലിറ്റിൽ, ഫ്യൂ, സ്കേഴ്സ്ലി, റെയർലി, ഹാർഡ്ലി, സെൽഡം, ബെയർലി പോലെയൊക്കെയുള്ള വേർഡ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇതുപോലെയൊക്കെയുള്ള വേർഡ്സുകൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് എടുക്കണം, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയും അവിടെ വരുന്ന ടാഗ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്യും. എന്താണ്, ലിറ്റിൽ, ഫ്യൂ, സ്കേഴ്സ്ലി, റെയർലി, ഹാർഡ്ലി, സെൽഡം, ബെയർലി തുടങ്ങിയ വാക്കുകൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കാരണം ഈ വേർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റിനെ അത് എന്താക്കി മാറ്റും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റും. അങ്ങനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുന്നത് കൊണ്ട് തന്നെ ടാഗ് എന്തായിരിക്കും, ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അതാണ് പറയുന്നത്,
ഇൻ ക്വസ്റ്റ്യൻ ടാഗ് ദീസ് വേർഡ്സ് ആർ കൺസിഡർ ആർ നെഗറ്റീവ് ആൻഡ് നീഡ് പോസിറ്റീവ് ടാഗ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കി, ലിറ്റിൽ ഈസ് നോൺ അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. കോമ കൊടുത്തു. ഇവിടെ ഏതാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് എഴുതി. ഇനി ലിറ്റിൽ വന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ എന്തായിട്ട് മാറും? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. അപ്പൊ പോസിറ്റീവ് ടാഗ് ആണ്. അപ്പൊ നോട്ട് ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഈസ് പിന്നെ എന്താണ് പ്രോനൗൺ ഇറ്റ് ആണ് അല്ലെ. ലിറ്റിൽ നിന്ന് ഈസ് എബൌട്ട് ഇറ്റ് ഉണ്ട്. അപ്പൊ എബൌട്ട് ഇറ്റ് ആകുമ്പോൾ ഈസ് ഇറ്റ് മതി, അത്രയും മതി. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. അതാണ് വരുന്നത്. ഇനി അടുത്ത നോക്കി, അടുത്ത റൂൾ നോക്കി, എ ഫ്യൂ എ ലിറ്റിൽ ആർ പോസിറ്റീവ് ആണ്. അതേസമയം ലിറ്റിൽ ഫ്യൂ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് മീനിങ് തരുവാണ്. അതായത് ലിറ്റിൽ ഫ്യൂ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ ഇത് നെഗറ്റീവ് ആക്കി മാറ്റും. അതേസമയം എ ലിറ്റിൽ എ ഫ്യൂ എന്ന് വെച്ചാൽ തന്നെ അറിയാം, എ ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ച്, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എ ലിറ്റിൽ എ ഫ്യൂ എന്നിങ്ങനെയുള്ള വേർഡ്സുകൾ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറുകയും ടാഗ് എന്താവുകയും ചെയ്യും? നെഗറ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? ആണ്. ഇനി അടുത്ത ഒരെണ്ണം നോക്കി. ഇവിടെ നാലാമത്തെ റൂൾ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഹി സ്കേഴ്സ്ലി വിസിറ്റ് ഹിസ് വില്ലേജ് ഡസ് ഹി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ആദ്യം കോമ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓക്സിലറി വെർബ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വെർബിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ സാധാരണ ടെൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത് പഠിച്ച് തന്നെയാണ് വരുന്നത്. അപ്പൊ നോക്കി, അതൊക്കെ പഠിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ടാഗിലോട്ട് വരാൻ. അപ്പൊ നോക്കി, മെയിൻ വെർബ് ഇവിടെ ഏതാണ്? വിസിറ്റ്സ് എന്നാണ് അല്ലെ. അപ്പൊ വിസിറ്റ്സ്, അപ്പൊ ഈ വിസിറ്റ്സിനെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? വിസിറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നോക്കി, ഡെസ് പ്ലസ് വിസിറ്റ് ആണല്ലോ. വിസിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡെസ് പ്ലസ് വിസിറ്റ്. അതുപോലെ വിസിറ്റ് എന്ന് മാത്രമാണെങ്കിൽ എന്താണ്? ഡു പ്ലസ് വിസിറ്റ് ആണ് അല്ലെ. വിസിറ്റഡ് എന്ന് മാറുമ്പോൾ, പാസ്റ്റിലേക്ക് മാറുമ്പോൾ എന്താണ്? ഡിഡ് പ്ലസ് വിസിറ്റ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, വിസിറ്റ്സ് ആണ്. അപ്പൊ വിസിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡെസ് പ്ലസ് വിസിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഡെസ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഓക്സിലറി വെർബ്. അപ്പൊ നമ്മൾ ഡെസ് എഴുതി. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, സ്കേഴ്സിലി ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നെഗറ്റീവ് സ്വഭാവമാണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രോനൗൺ കൊടുക്കുക. അപ്പൊ എന്താണ്? ഹി ആണ്. അപ്പൊ ഡസ് ഹി ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇത് വിസിറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണ് നമ്മൾ എടുത്തെങ്കിലും എല്ലാ വെർബിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, എല്ലാ വെർബ്സിന്റെ കേസിലും ഇപ്പം എന്താണ്? റൈറ്റ് ആവുമ്പോൾ റൈറ്റ്സ് എന്നാണെങ്കിൽ ഡെസ് പ്ലസ് റൈറ്റ് ആണ്. റൈറ്റ് എന്ന് വരുമ്പോൾ ഡു പ്ലസ് റൈറ്റ് ആണ്. റൈറ്റ് കഴിഞ്ഞ് റോട്ട് ആണ് അല്ലെ. അപ്പൊ റോട്ട് എന്ന് വരുമ്പോൾ എന്താണ്? ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ടായിട്ട് മാറുന്നത്. ഓക്കെ, ഇങ്ങനെ എല്ലാത്തിലും ഇത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഹേമലത വെന്റ് ടു ജപ്പാൻ. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നോക്കുമ്പോൾ കോമ കൊടുത്തു. വെന്റ് ആണ് അല്ലെ. അപ്പൊ ഗോയുടെ പാസ്റ്റ് ആണ്, ഗോ വെന്റ്. അപ്പൊ വെന്റ് വരുമ്പോൾ എന്താണ്? ഡിഡ് ആണ് അല്ലെ. ഡിഡ് പ്ലസ് ഗോ ആണ്. അപ്പൊ ഡിഡ് കൊടുത്തു. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. സോ ടാഗ് നെഗറ്റീവ് ആവും. അപ്പൊ ഡിഡിന്റ് കൊടുത്തു. ഡിഡിൻ പ്രോനൗൺ ഏതാണ്? ഹേമലതയാണ് അല്ലെ. അപ്പൊ ഹേമലതയുടെ പ്രോനൗൺ ആയിട്ട് മാറ്റണം. ഓക്കെ, നൗൺ അല്ല എടുക്കേണ്ടത്, പ്രോനൗൺ ആണ് എടുക്കേണ്ടത്. അപ്പൊ ടാഗിൽ വരുമ്പോൾ ഹേമലത എന്നുള്ളത് ആരാണ്? ഷീ ആയിട്ട് മാറും. അപ്പൊ ഡിഡിൻ ഷീ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് കൊടുക്കുക. ഓക്കെ ആണോ? അടുത്ത് നോക്കിയേ, ദേ പ്ലേ ടെന്നീസ് എവറി ഈവനിങ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കോമ കൊടുത്തു. നോക്കി, ഇവിടെ പ്ലേ ആണ്. പ്ലേ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേയെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുക മീൻസ് ഡു പ്ലസ് പ്ലേ ആണ് അല്ലെ. അപ്പൊ ഡു കൊടുത്തു. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. എവിടെയും നെഗറ്റീവ് എലമെന്റ്സുകൾ ഒന്നും വരുന്നില്ല. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ടാഗ് നെഗറ്റീവ് ആണ്. അപ്പൊ ഡോണ്ട് വന്നു. പിന്നെ എന്താണ്? ദേ ആണ് അല്ലെ. അവരാണ് കളിച്ചത്. അപ്പോൾ ഡോൺ ദേ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് കൊടുക്കുക. ഓക്കെ ആണോ? ആണ്. ഇനി അഞ്ചാമത്തെ റൂളാണ്. റൂൾ എന്ന് പറയുന്നത്, ചില പേഴ്സണൽ പ്രോനൗൺസ് വരുന്നു. അതായത് പേഴ്സണൽ പ്രോനൗൺ ഷുഡ് ബി റിപ്പീറ്റഡ് ആസ് ദി സബ്ജക്ട് ഓഫ് ദി ടാഗ്. അതായത് ഒന്നുമില്ല, നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ സെന്റൻസിൽ പേഴ്സണൽ പ്രോനൗൺസുകളാണ് വരുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടാഗിലും അതേ പേഴ്സണൽ പ്രോനൗൺസ് തന്നെ എഴുതിയാൽ മതി. ആണല്ലോ. എക്സാമ്പിൾ നോക്കിയേ, യു ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? കോമ കൊടുത്തിട്ട് ഹാവ് ആണ് ഓക്സിലറി വെർബ്. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പൊ ഹാവിൻഡ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ പേഴ്സണൽ പ്രോനൗൺ തന്നെ നമുക്ക് ടാഗിലും കൊടുക്കാം. യു മതിയല്ലോ. ഹാവിൻഡ് യു എന്ന് കൊടുത്താൽ മതി. അതുപോലെ വൺ കാൻ ബി ടു കെയർഫുൾ ദീസ് ഡേയ്സ് എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻ എന്നുള്ളതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഓക്സിലറി വെർബ്. അപ്പൊ ക്യാൻ കൊടുത്തു. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. കനോട്ട് എന്ന് വന്നിട്ടുണ്ട്. അതാണ് കാൺട്ട് എന്ന് പറയുന്നത്. കനോട്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്?
നെഗറ്റീവ് ആണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് വേണം. അപ്പോൾ ക്യാൻ മാത്രം മതി. ക്യാൻ 1 എന്ന് എഴുതാം. 1 എന്ന് പറയുന്നത് പേഴ്സണൽ പ്രോണൗണിൽ വരുന്നതാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ ടാഗിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ക്യാൻ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, വൺ പോലുള്ള പേഴ്സണൽ പ്രോണൗൺസുകൾ ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ ടാഗിലും അതേ പേഴ്സണൽ പ്രോണൗൺ തന്നെ എന്ത് ചെയ്ത് വരും, റിപ്പീറ്റ് ചെയ്ത് വരും. അല്ലാതെ ഇപ്പോൾ പേരോ ഒക്കെ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ടാഗിൽ അത് മാറ്റേണ്ട ആവശ്യമുള്ളൂ. പേഴ്സണൽ പ്രോണൗൺ ആണെങ്കിൽ ടാഗിൽ പിന്നെ പ്രോനൗൺ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത റൂൾ നോക്കിയേ. These, those, a few, few, everybody, everyone, someone, somebody, no one, nobody, none, neither, either, each, some of them, none of them, all of them എന്നിങ്ങനെയുള്ള വേർഡ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അതൊക്കെയാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ പ്രോണൗൺ, അതായത് പ്രോനൗൺ ആയിട്ട് എഴുതുമ്പോൾ, പേഴ്സണൽ അല്ല പ്രോനൗൺ ആയിട്ട് എഴുതുമ്പോൾ ടാഗിൽ അത് എന്തായിട്ട് മാറും, ദേ ആയിട്ട് മാറും. അതായത് ദീസ്, ദോസ്, എ ഫ്യൂ, ഫ്യൂ, എവരിബഡി, എവരി വൺ, സംവൺ, സംബഡി, നോ വൺ, നോബഡി, നൺ, നെയ്തർ, എയ്തർ, ഈച്ച്, സം ഓഫ് ദം, നൺ ഓഫ് ദം, ഓൾ ഓഫ് ദം ഒക്കെ ആണെങ്കിൽ അത് ടാഗിൽ വരുമ്പോൾ പേഴ്സണൽ പ്രോനൗണിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരുന്നത്, ദേ ആയിരിക്കും വരുന്നത്. എക്സാമ്പിൾ നോക്കിയേ. എവരിബഡി കം ടു ദ ലൈബ്രറി എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കോമ കൊടുത്തിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കമ്മിനെ സ്പ്ലിറ്റ് ചെയ്തു. കമ്മിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഡു പ്ലസ് കം ആണ് അല്ലേ. അപ്പോൾ ഡു കൊടുത്തു. ഇനി ഈ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡു നോട്ട് വന്നു. അപ്പോൾ ഡോണ്ട് എന്ന് എഴുതി. ഇനി ഡോണ്ട് എവരിബഡി എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ, ഇല്ല. കാരണം എവരിബഡി പോലുള്ള വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, ദേ ആയിട്ട് മാറും. അപ്പോൾ ഡോണ്ട് ദേ എന്നാണ് എഴുതേണ്ടത്. അതല്ലാതെ ഡോണ്ട് എവരിബഡി എന്നല്ല എഴുതേണ്ടത്, ഡോണ്ട് ദേ എന്ന് മാറും. ഓക്കെ ആണോ? അടുത്ത നോക്കി. നൺ ഓഫ് ദം നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ എന്നാണ്. നോക്കി, ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചറിയാം, ഇതിനകത്ത് ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ടുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നോയെ സ്പ്ലിറ്റ് ചെയ്യും. നോയെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു പ്ലസ് നോയാണ് അല്ലെ. അപ്പൊ ഡു പ്ലസ് നോയാണ്. അപ്പൊ ഓക്സിലറി വെർബ് ഡു എന്ന് എഴുതി. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി. സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നൺ ഓഫ് ദം വന്നിട്ടുണ്ട്. അതായത് നൺ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിരിക്കുന്നത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ എന്തായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ ടാഗ് എന്തായിരിക്കണം, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ടാഗ് പോസിറ്റീവ് ആവുക മീൻസ് ടാഗിൽ നോട്ടോ അങ്ങനെയുള്ള ഒന്നും ചേർക്കണം. അപ്പൊ ഡു മാത്രം മതി. ഇനി ഡു നൺ ഓഫ് ദം എന്ന് എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പൊ നൺ ഓഫ് ദം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പേഴ്സണൽ പ്രോനൗണിലോട്ട് മാറുമ്പോൾ എന്ത് തന്നെ എഴുതിയാൽ മതി, ദേ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഡു ദേ എന്ന് എഴുതിയാൽ മതി. ഇനി നോക്കി അടുത്തത്, ഫ്യൂ സ്റ്റുഡൻസ് റോട്ട് ദി എക്സാം എന്നുള്ളതാണ്. കോമ കൊടുത്തു. ഇനി ഫ്യൂ സ്റ്റുഡൻസ് റോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യണം. റോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റൈറ്റ് റോട്ടാണ് അല്ലെ. അപ്പോൾ ഡിഡ് പ്ലസ് റൈറ്റ് ആണ്. അപ്പോൾ ഡിഡ് എഴുതി. ഇനി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. ഒരേ സമയം അത് നോക്കിക്കോണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറയാൻ ഫ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് മാറി, നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിഡ്. ഫ്യൂവിന് പകരം എന്ത് കൊടുക്കാം, ഫ്യൂ സ്റ്റുഡൻസ് എന്നുള്ളത് മാറി എന്തായിട്ട് മാറും, ഡിഡ് ആയിട്ട് മാറും. ഓക്കെ. അടുത്തത് someone called me yesterday എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോൾഡ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഡ് പ്ലസ് കോൾ ആണ് അല്ലെ. അപ്പം ഡിഡ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്ത് വരും, നെഗറ്റീവ് വരും. അതാണ് ഡിഡിൻ്റെ എന്ന് എഴുതിയത്. സമൺ വരുന്നത് കൊണ്ട് തന്നെ ദേ എന്ന് കൊടുക്കുക. അപ്പൊ ഡിഡിൻ ദേ എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ റൂൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. ഇനി അടുത്ത റൂളിലോട്ട് പോവാം. നോക്കിയേ. ദിസ്, ദാറ്റ്, എ ലിറ്റിൽ, ഇൻഫന്റ്, ചൈൽഡ് തുടങ്ങിയവയ്ക്കാണ് വരുന്നത് എങ്കിൽ അത് പ്രോനൗണിലോട്ട്, ടാഗിലെ പ്രോനൗണിലോട്ട് മാറുമ്പോൾ അത് എന്തായിട്ട് വരും, ഇറ്റ് ആയിട്ട് വരും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു സമ്മൺ, സംബഡി, നോ വൺ, നോബഡി, നത്തിങ് എന്നൊക്കെ വരുന്ന സമയത്ത് ദേ ആണ് വരുന്നതെങ്കിൽ ഇവിടെ ദിസ്, ദാറ്റ്, എ ലിറ്റിൽ, ഇൻഫന്റ്, ചൈൽഡ് ഒക്കെ വരുവാണെങ്കിൽ ഇറ്റ് ആണ് പ്രോനൗൺ ആയിട്ട് ടാഗിൽ വരുന്നത്. എക്സാമ്പിൾ നോക്കിയേ. എ ലിറ്റിൽ ഒബ്സ്റ്റക്കിൾ ലൈക്ക് ദാറ്റ് ഈസ് നത്തിങ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കോമ കൊടുത്തു. ഇവിടെ ഏതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് നോക്കുമ്പോൾ ഈസ് ആണ്, ഈസ് കൊടുത്തു. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ എ ലിറ്റിൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണും, ഓ എ ലിറ്റിൽ ഉണ്ട്. അപ്പൊ എ ലിറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലിറ്റിൽ എന്ന് വന്നാലേ പോസിറ്റീവ് ഉള്ളൂ അല്ലെ. ലിറ്റിൽ എന്ന് വന്നാൽ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആവും. എ ലിറ്റിൽ വന്നപ്പോൾ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയി. ഉടനെ കയറി എന്ത് ചെയ്യും, ആ ടാഗിൽ ഈസിന്റെ എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷെ എഴുതരുത്. കാരണം നോക്കിയേ, ഒബ്സ്റ്റക്കിൾ ലൈക്ക് ദാറ്റ് ഈസ് നത്തിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെന്റൻസ് വീണ്ടും എന്തായിട്ട് മാറി, നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പോൾ ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ മൊത്തം വായിച്ച് നോക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്താവൂ. അപ്പോൾ ഈസ് മതി, നെഗറ്റീവ് വേണ്ട. ഇനി എ ലിറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ അത് പ്രോനൗൺ ആകുമ്പോൾ എന്തായിട്ട് മാറും, ഈസിറ്റ് ആയിട്ട് മാറും. ഓക്കെ.
അടുത്ത നോക്കി, ദിസ് ഇസ് എ ഗുഡ് നോവൽ എന്നുള്ളതാണ്. അപ്പോൾ ഈസ് ഉണ്ട്, ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈസ് ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമ്മൾ നോട്ട് കൊടുത്തു, ഈസിൻ്റെ, ഈസ് നോട്ട് എന്നുള്ളത് കൂടി ചേരുമ്പോൾ ഈസിൻ്റെ. ഇനി ദിസ് ആയതുകൊണ്ട് എന്താണ്, ഈസിൻഡിറ്റ് എന്ന് വരും. ഈസിൻ ദാറ്റ് എന്ന് ദിസ് എന്ന് വരുമോ? ഇല്ല, ഈസിൻഡിറ്റ് എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് മോർ ദാൻ വൺ ഓക്സിലറി വെർബ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ, അതായത് ഒരു സെന്റൻസിൽ തന്നെ മോർ ദാൻ വൺ ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ കാണും, ഏത് ഓക്സിലറി വെർബ് എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും. ചിലത് രണ്ടും ഒരുപോലെ ആയിരിക്കും, ചിലത് ഒരെണ്ണം ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കും, ഒരെണ്ണം സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ മോർ ദാൻ വൺ ഓക്സിലറി വെർബ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഓക്സിലറി വെർബ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ മോർ ദാൻ വൺ ഓക്സിലറി വെർബുകൾ അല്ലെങ്കിൽ മോർ ദാൻ വൺ വെർബ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തേതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നോക്കി, എ ന്യൂ ബ്രിഡ്ജ് ഈസ് ബീയിങ് ബിൽറ്റ് എന്നുള്ളതാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ബിൽറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഈസ് ഉണ്ട്, അപ്പോൾ മോർ ദാൻ വൺ ഓക്സിലറി വെർബും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആദ്യം കാണുന്ന ഓക്സിലറി വെർബിനെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഏതാണ്, ഈസ് ആണ്. അപ്പോൾ ഈസ് എടുത്തു, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവ് കൊടുത്തു, ഈസ് ഇൻഡിറ്റ് എന്ന് കൊടുത്തു. ആണല്ലോ? ആണ്. ഇനി നോക്കിയേ, എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി ആർ സിംഗുലർ. ആണല്ലോ? ആണ്. ബട്ട് ആർ കൺസിഡേർഡ് ടു ബി പ്ലൂറൽ ആസ് ഫാർ ആസ് ദി ക്വസ്റ്റ്യൻ ടാഗ് ഈസ് കൺസേൺ എന്നുള്ളതാണ്. ഓക്കെ ആണോ? നമ്മൾ എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി ആർ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. എവരി വൺ ഈസ് ഹാപ്പി എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരികയാണ്. അതായത് അവയൊക്കെ ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എവരി വൺ ഈസ് ഹാപ്പി, സം വൺ കംസ്, എവരിബഡി ചിയേർഡ് എന്നൊക്കെ പറയുന്നത് സിംഗുലർ സെന്റൻസ് ആയിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ എടുക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ടാഗിലോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറണം, പ്ലൂറൽ ആയിട്ട് മാറണം. കാര്യം പറയാം, സിമ്പിൾ ആണിത്. എവരി വൺ ഈസ് ഹാപ്പി എന്നുള്ളതാണ്. ആണല്ലോ? ആണ്. അപ്പൊ ഇവിടെ ടാഗ് വരുമ്പോൾ ഈസ് കൊടുക്കാം, ഈസ് കൊടുത്തെന്നിരിക്കട്ടെ. അപ്പൊ ഈസ് കൊടുത്തു, ഈസ് കൊടുത്തു. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ എന്താണ്, ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നെഗറ്റീവ് ആയിരിക്കണം ടാഗ്. അപ്പൊ ഈസിൻ്റെ എന്ന് കൊടുത്തു, അതായത് ഈസിൻ്റെ. എവരി വൺ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം, പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. അപ്പൊ ഈസിൻ ദേ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ദേ എന്ന് പറയുന്നത് എന്താണ്, ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അത് നമുക്ക് കൊടുത്തേ പറ്റൂ. എവരി വൺ വരുന്നത് കൊണ്ട് ദേ തന്നെ കൊടുത്തേ പറ്റൂ. അപ്പൊ ദേ കൊടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ളത് ഈസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈസിൻ ദേ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തേ മാറ്റാൻ പറ്റൂ, ഓക്സിലറി വെർബേ മാറ്റാൻ പറ്റൂ. അപ്പൊ ദേക്ക് അനുസരിച്ച് നമ്മൾ ഓക്സിലറി വെർബ് എന്തായിട്ട് മാറി, ആറാക്കി മാറ്റി, അതായത് ആറിൻ ദേ എന്നാക്കി മാറ്റി. സിമ്പിൾ. ഇനി അടുത്ത നോക്കി, സമൺ കംസ് എന്നുള്ള ക്വസ്റ്റ്യൻ, കോമ കൊടുത്തു, കംസ് ആണ് അല്ലേ. അപ്പൊ കംസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഡസ് ആണ് വരേണ്ടത്. അപ്പൊ ഡസ് നോട്ട്, അതായത് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആക്കണം, ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഡസ് നോട്ട് ദേ എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ദേ വരുന്നത് കൊണ്ട് തന്നെ ഡസ് അതിന്റെ മുൻപേ വരത്തില്ല. അപ്പൊ എന്തേ കൊടുക്കാൻ പറ്റൂ, ദേ ഡസ് മാറ്റി ഡോൺ ദേ കൊടുക്കാൻ പറ്റൂ. ഡസിന് പകരം ഡു എന്നേ കൊടുക്കാൻ പറ്റൂ, അതായത് ഡോൺ ദേ എന്ന് കൊടുക്കാം. അതുപോലെ നോക്കി, എവരിബഡി ചിയേർഡ് PT ഉഷ എന്നുള്ളതാണ്. ആണല്ലോ? അപ്പോൾ ഇതിനകത്ത് കുഴപ്പമില്ല, കാരണം ചിയേർഡ് എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഡ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ ഡിഡിൻ്റെ എന്ന് കിട്ടും. അപ്പൊ ഡിഡിൻ്റെ എവരിബഡിക്ക് പകരം എന്ത് കൊടുക്കാം, ദേ എന്ന് കൊടുക്കാം. ഡിഡിൻ്റെ, അത് കുഴപ്പമില്ല. അത് പാസ്റ്റിലോട്ട് വരുന്നത് കൊണ്ട് ഡിഡ് സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രം അത് പ്രശ്നം വരുന്നില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ദേ വരുന്ന കണ്ടീഷൻസിൽ അതിനനുസരിച്ച് ടാഗിൽ ഓക്സിലറി വെർബും പ്ലൂറലാക്കി മാറ്റിക്കോണം. ഓക്കെ ആണല്ലോ? ആണ്. ഇനി അടുത്ത നോക്കിയേ, നൺ ഓഫ് എസ്, സം ഓഫ് എസ്, ഓൾ ഓഫ് എസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോനൗൺ എന്തായിട്ട് മാറും, വി ആയിട്ട് മാറും. അപ്പൊ ഏതൊക്കെയാണ്, നൺ ഓഫ് എസ്, സം ഓഫ് എസ്, ഓൾ ഓഫ് എസ് ഒക്കെ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പ്രോനൗൺ എന്താവും, വി ആക്കി മാറ്റും. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ദീസ്, ദോസ്, എ ഫ്യൂ, ഫ്യൂ, എവരിബഡി, എവരി വൺ, സം വൺ, സംബഡി, നോ വൺ, നോബഡി, നൺ, നെയ്തർ, എയ്തർ, ഈച്ച്, സം ഓഫ് ദം, നൺ ഓഫ് ദം, ഓൾ ഓഫ് ദം ഒക്കെ വരികയാണെങ്കിൽ പ്രോനൗൺ എങ്ങനെയായിട്ട് മാറും, ആ പ്രോനൗൺ എന്ന് പറയുന്നത് ഡേ ആയിട്ട് മാറും. ഇനി ദിസ്, ദാറ്റ്, എ ലിറ്റിൽ, ഇൻഫന്റ്, ചൈൽഡ് ഒക്കെ ആണെങ്കിൽ അവിടെ പ്രോനൗൺ എന്തായിട്ട് മാറും, ഇറ്റ് ആയിട്ട് മാറും. ഇപ്പൊ പറഞ്ഞ നൺ ഓഫ് എസ്, സം ഓഫ് എസ്, ഓൾ ഓഫ് എസ് ഒക്കെ വരികയാണെങ്കിൽ അവിടുത്തെ പ്രോനൗൺ എന്തായിട്ട് മാറും, വി ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കാം. നോക്കി, നൺ ഓഫ് എസ് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ എന്നുള്ളതാണ്. കോമ കൊടുത്തു. ഇവിടെ ഏതാണ്, നൺ ഓഫ് എസ് നോയാണ് അല്ലെ. അപ്പൊ നോ എന്ന് പറയുമ്പോൾ എന്താണ്, ഡു ആണ്. ഡു പ്ലസ് നോയാണ്. അപ്പൊ ഡു കൊടുത്തു. നൺ ഓഫ് എസിന് പകരം ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി, നൺ ഓഫ് എസ്. നൺ ഓഫ് എസ് തന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പൊ ടാഗ് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഡു വി എന്ന് മതി. ഇനി അടുത്ത നോക്കി, നൺ ഓഫ് എസ് ന്യൂ വാട്ട് ടു ഡു എന്നുള്ളതാണ്. അപ്പൊ ന്യൂ ആണ് വന്നിരിക്കുന്നത്, നോ അല്ല. നോയിന്റെ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, ന്യൂ. അപ്പൊ ഡിഡ് പ്ലസ് നോയാണ് അല്ലെ. അപ്പൊ ഡിഡ് പ്ലസ് നോ വരുമ്പോൾ ഡിഡ് വന്നു. ഡിഡ്
നൺ ഓഫ് എസ് ന്യൂ വാട്ട് ടു ഡു എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, നൺ ഓഫ് എസ് വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിഡ് വി എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കി, ന്യൂ ഉണ്ട്, അതുപോലെ ഡു ഒക്കെ വെർബ് വരുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ വെർബ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ വെർബിനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത നോക്കിയേ, സം ഓഫ് us ആർ ഗോയിങ് ടു കോവളം ദിസ് ഈവനിങ് എന്നുള്ളതാണ്. കോമ കൊടുത്തു, ആറാണ് ഓക്സിലറി വെർബ് 6. സം ഓഫ് us ആർ ഗോയിങ് ടു കോവളം ദിസ് ഈവനിങ്, ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആറിൻ്റെ എന്ന് കൊടുത്തു, ടാഗ് നെഗറ്റീവ് കൊടുത്തു. ആറിൻ്റെ സം ഓഫ് us വരുന്നത് കൊണ്ട് തന്നെ വി എന്ന് കൊടുക്കാം, ആറിൻ്റെ വി എന്ന് കൊടുക്കാം. ഇനി അടുത്ത് നോക്കിയേ, അടുത്തത് സം ഓഫ് യു വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സം ഓഫ് അസ് ആണ്. ഇവിടെ സം ഓഫ് യു വരികയാണെങ്കിൽ അവിടെ പ്രോനൗൺ വരുന്നത് യു തന്നെയാണ്. അതായത് സം ഓഫ് യുവിൽ ലാസ്റ്റ് ഒരു യു ഇല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പൊ സം ഓഫ് യു ആണ് വരുന്നത് എങ്കിൽ അവിടുത്തെ പ്രോനൗൺ എന്ന് പറയുന്നത് യു ആയിരിക്കും വരുന്നത്. എക്സാമ്പിൾ നോക്കിയേ, സം ഓഫ് യു ആർ ലേണിംഗ് മാത്സ്, കോമ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ആറാണ് അല്ലേ ഓക്സിലറി വെർബ്. അപ്പൊ 6 സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ടാഗ് ആറിൻ്റെ സം ഓഫ് യു വരുന്നത് കൊണ്ട് യു ആണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ ആറിൻ്റെ യു എന്ന് വരും. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ, അടുത്ത് വരുന്നത് 2 ക്ലോസുകൾ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ എന്താണെന്ന് പറയാം. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. അതായത് താഴത്തെ ഒരു സെന്റൻസ് നോക്കിയേ, ത്രൂ ഹീസ് പുവർ, ദോ ഹീസ് പുവർ, ത്രൂ അല്ല, ദോ ഹീസ് പുവർ ഹീസ് ഹാപ്പി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഒരു കോമ വെച്ച് 2 എണ്ണം വേർതിരിച്ചിട്ടുണ്ട്. ദോ ഹീസ് പുവർ ഹീസ് ഹാപ്പി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ദോ ഹീസ് പുവർ എന്ന് വെച്ചാൽ അവൻ പാവപ്പെട്ടവനാണെങ്കിലും എന്നാണ് പറയുന്നത്. ഹീസ് ഹാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്, അവൻ സന്തോഷവാനാണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റും എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവൻ പാവപ്പെട്ടവനാണെങ്കിലും എന്ന് പറയും. അപ്പൊ അതിനൊരു കംപ്ലീറ്റ്നെസ് ഇല്ല, എന്തോ പറയാൻ വേണ്ടി പോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, ബാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് പോലെ നമുക്കിരിക്കും. അപ്പൊ അതിന് ഒറ്റയ്ക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്. പക്ഷേ ഹീസ് ഹാപ്പി, അവൻ സന്തോഷവാനാണ്, അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് ഒറ്റയ്ക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു മെയിൻ ക്ലോസ്, അപ്പോൾ ഒറ്റയ്ക്കൊരു എക്സിസ്റ്റൻസ് ഉള്ളതിനെയാണ്. ഇപ്പൊ ഹീസ് ഹാപ്പി എന്നുള്ളത് ഇവിടെ മെയിൻ ക്ലോസും ദോ ഹീസ് പുവർ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസും ആണ്. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, എപ്പോഴും മെയിൻ ക്ലോസിനോടൊപ്പം ചേർന്നേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മെയിൻ ക്ലോസിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഈ സബോർഡിനേറ്റ് ക്ലോസിന് എന്തുള്ളൂ, മീനിങ് ഉള്ളൂ. അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന സമയത്ത്, ടാഗ് നോക്കുന്ന സമയത്ത് നമ്മൾ ഏതാണ് പരിഗണിക്കേണ്ടത്, ആ മെയിൻ ക്ലോസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. നോക്കിയേ, ദോ ഹീസ് പുവർ ഹീസ് ഹാപ്പി, അപ്പോൾ ഹീസ് ഹാപ്പി എന്നുള്ളതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. അപ്പോൾ പരിഗണിക്കുമ്പോൾ അവിടുത്തെ ഓക്സിലറി വെർബ് നോക്കണം. അവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്, ഈസ് ആണ്. അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവ് ടാഗ് വരും, ഈസിൻറ്റ് ഹി ആണ് അല്ലെ, ഈസിൻ ഹി എന്ന് കൊടുക്കാം. അടുത്ത ഒരെണ്ണം നോക്കി, ഇവിടെ പിന്നെ കുഴപ്പമില്ല, ദോ ഹി ഈസ് പുവർ ഹി ഈസ് ഹാപ്പി, അതിൽ രണ്ടിലും ഈസ് വരുന്നത് കൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല. ഇനി അടുത്തത് നോക്കി, ഓൾദോ ഇറ്റ് വാസ് വെരി കോൾഡ് ഹി വെന്റ് ഔട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓൾദോ ഇറ്റ് വാസ് വെരി കോൾഡ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസും ഹി വെന്റ് ഔട്ട് എന്നുള്ളത് മെയിൻ ക്ലോസും ആണ്. അപ്പോൾ നമ്മളിവിടെ പരിഗണിക്കേണ്ടത് ഏതിനെയാണ്, ആ മെയിൻ ക്ലോസിനെയാണ്. അപ്പോൾ മെയിൻ ക്ലോസ് പരിഗണിക്കുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, ആ മെയിൻ ക്ലോസ് മാത്രം നോക്കുക. അപ്പോൾ മാത്രം നോക്കുമ്പോൾ വെന്റ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ വെന്റിനെ സ്പ്ലിറ്റ് ചെയ്യുക മീൻസ് ഡിഡ് പ്ലസ് ഗോ ആണ്. അപ്പോൾ ഡിഡ് പ്ലസ് ഗോ വരുമ്പോൾ എന്താണ്, ഡിഡിന്റ്, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിഡിന്റ് ഹി എന്ന് വരും. ഇനി നമ്മൾ ഈ പറയുന്ന മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസും പരിഗണിക്കാതെ സ്റ്റേറ്റ്മെന്റിന്റെ ആദ്യം മാത്രം നോക്കുകയാണെന്നിരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു 2 അതിലധികമോ വെർബുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആദ്യത്തെ എടുക്കണം എന്നുള്ളൊരു റൂള് മാത്രം പഠിച്ചു വെച്ചിട്ട് നമ്മൾ ഈ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും നോക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, അങ്ങനെ നോക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ വാസ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ആൾദോ ഇറ്റ് വാസിൽ വാസ് എടുക്കാനുള്ളത് വരും. അപ്പൊ ഇത് എന്തായിട്ട് മാറും, ആ വാസിൻ ഹി എന്നായിട്ട് മാറും. ഹി എങ്ങനെ എഴുതും, വാസിൻ ഹി എന്നോ അല്ലെങ്കിൽ വാസിൻ ഇറ്റെന്നോ നമ്മൾ എഴുതും. പറഞ്ഞത് മനസ്സിലായോ? ഓൾദോ ഇറ്റ് വാസ് എന്നുള്ളതിൽ നമ്മൾ വാസ് എടുത്തു കഴിഞ്ഞാൽ വാസിൻ ഇറ്റ് എന്ന് വരും. അപ്പോൾ അത് തെറ്റായിട്ട് പോകും. കാരണം നമ്മളിവിടെ ചിന്തിക്കേണ്ടത് മറ്റതുപോലെ റൂൾ എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തേ എടുക്കാവൂ, മെയിൻ ക്ലോസ് എടുക്കാവൂ. നമുക്ക് സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ ക്ലോസുകൾ ഉണ്ടെങ്കിൽ കോമ വെച്ച് വേർതിരിക്കും എന്ന് മാത്രമല്ല, ഒരു കംപ്ലീറ്റ് അർത്ഥം തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കാണും, അങ്ങനെ അല്ലാത്ത ഒരു ക്ലോസും കാണും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിനകത്ത് ബിക്കോസ്, ബിഫോർ, സിൻസ്, ദാൻ, ദാറ്റ്, ലെസ്റ്റ്, തോ, ടിൽ, അൺലെസ്, അൺടിൽ, വെൻ, വെയർ, വെദർ, വൈൽ, ഓൾദോ,
പോലുള്ള വേർഡ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ് ഈ പറയുന്ന മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ തന്നെ സബോർഡിനേറ്റ് ക്ലോസിലാണ് ഈ പറഞ്ഞ വാക്കുകളെല്ലാം വരുന്നത്. ബിക്കോസ് ആണെങ്കിലും ബിഫോർ ആണെങ്കിലും സിൻസ് ആണെങ്കിലും ആൾദോ ആണെങ്കിലും ദോ ആണെങ്കിലും ഒക്കെ വരുന്നത് എവിടെയാണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ അത് വരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് പരിഗണിക്കേണ്ടത്? ആ മെയിൻ ക്ലോസിനെ വേണം നമ്മൾ പരിഗണിക്കാനായിട്ട് ഉള്ളത്. അടുത്ത നോക്കിയേ, അടുത്തത് ഐ ഹോപ്പ് യു ആർ ഫൈൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സാധാരണ എഴുതാം. സാധാരണ നമ്മൾ എവിടെയാണെങ്കിൽ ഓക്സിലറി വെർബ് നോക്കും, ഏതാണ്? ആറാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവ് ടാഗ് ആണ്. അപ്പോൾ ആറിൻ്റെ എന്ന് വന്നു. പെട്ടെന്ന് ആറിൻ്റെ പ്രോനൗൺ ആണ് എഴുതേണ്ടത്. അപ്പോൾ ആറിൻ്റെ ഐ എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ വരും, ആറിൻ്റെ ഐ എന്ന് എഴുതും. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ രണ്ട് പ്രോനൗൺസുകൾ വന്നിട്ടുണ്ട്. രണ്ട് പ്രോനൗൺസ് വന്നിട്ടുണ്ട്, ഐയും വന്നിട്ടുണ്ട് യുവും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ഐ നമ്മൾ എഴുതാനുള്ളൊരു ടെൻഡൻസി വരും. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു പ്രോനൗണേ വരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പ്രോനൗൺ തന്നെ എഴുതാറുണ്ട്. പക്ഷെ ഇവിടെ ഐയും യുവും വരുന്നത് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഐയും വിയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐക്കും വിക്കും, അതിപ്പോൾ ഞാൻ, എന്നെ എന്നുള്ള മീനിങ്ങല്ലേ തരുന്നത്. അതായത് പേഴ്സണലായിട്ട് ഇപ്പം ഒരാളോട് ചേർന്ന് നിൽക്കുന്ന പ്രോനൗൺസുകളാണ് ഐയും വിയും. അപ്പോൾ ഐ വി എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, അതായത് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആണ് ഐയും വിയും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഐ വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആരൊക്കെയാണ്? സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണൽ പ്രോനൗൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഒരു സെൻറ്റൻസിൽ ഒന്നിലധികം പേഴ്സണൽ പ്രോനൗൺസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസ് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അതായത് ഐയെയും വിയെയും കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ മുൻപേ നമ്മൾ ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഐയും ഉണ്ട് യുവും ഉണ്ട്. അപ്പോൾ ഐയേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? യുവിനാണ്. അല്ലാതെ ഐ ആദ്യം കിടക്കുന്നു എന്ന് കരുതി നമ്മൾ ഐ കൊടുക്കരുത്, ആറിൻ്റെ ഐ എന്ന് കൊടുക്കരുത്. അതിനേക്കാളും ചെയ്യേണ്ടത് എന്താണ്? ആറിൻ്റെ യു എന്നാണ് കൊടുക്കേണ്ടത്.